വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയേ ഇല്ല. നമ്മൾ നല്ല കച്ചവടം പ്രതീക്ഷിച്ചത്. ഇത്രയും ജനങ്ങൾ ഇത്രയും കസാരയൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് കച്ചവടം പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. മുഖ്യമന്ത്രി വരുന്നതിന് ആലപ്പുഴ ബീച്ചിലെ കടക്കാർക്ക് വിലക്ക്. കടകൾ അടച്ചിടണമെന്ന പോലീസ് നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ചെറുകിട കച്ചവടക്കാർ. നോട്ടീസ് വകവയ്ക്കാതെ കട തുറക്കാൻ കച്ചവടക്കാരോട് CPM ജില്ലാ സെക്രട്ടറി. ഒരു കടയ്ക്ക് കൊടുത്ത നോട്ടീസാണ് നിങ്ങൾ ഈ 35 കടയിലാണെന്ന് പറഞ്ഞ് അടക്കണത്. നിങ്ങൾ കാണില്ല, ഒരു കടയും പൂട്ടുന്നുണ്ടല്ലോ. അവിടെ പൂട്ടിയിട്ടില്ല, പൂട്ടൊന്നുമില്ല. ഒരു കടയും പൂട്ടുന്നില്ല. എല്ലാ കടയും കച്ചവടം നടത്തുന്നു, അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയി വെറുതെ ആവശ്യമില്ല, നിങ്ങൾ പോയി കച്ചവടം ചെയ്യും. മര്യാദയ്ക്ക് പോയി അവിടെ പോയി കച്ചവടം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ വരവിൽ കവിഞ്ഞ സമ്പാദ്യമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ്. എബ്രഹാമിനെതിരെ പരാതി കൊടുത്തത് ജോമോൻ പുത്തൻപുരയ്ക്കൽ. സ്വർണ്ണവില 70,000-ന് തൊട്ടടുത്ത്. ഇന്ന് കൂടിയത് 1,480 രൂപ. പവന് 69,960. കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചയാൾക്ക് ജീവപര്യന്തം. ആംബുലൻസ് ഡ്രൈവർ നൌഫലിനെ ശിക്ഷിച്ചത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പീഡനം നടന്നത് 2020 സെപ്റ്റംബറിൽ. ഫോൺ വഴിയുള്ള മുത്തലാഖ് വീണ്ടും. സ്വർണമില്ലാത്തതിനും സൗന്ദര്യം കുറഞ്ഞതിനും മൊഴി ചൊല്ലിയത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്നത് പുറത്ത്. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലി തീർത്തോ നാളെ ഒരു ഒപ്പിടവർക്ക് ഒപ്പിട്ടരാം, തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, എനിക്ക് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ഹമാസ്, മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തിയതിനെതിരെ BJP. വഖഫിന്റെ മറവിൽ തീവ്രവാദ സംഘടനകൾ സജീവമാകുന്നതിൽ സർക്കാരിന് മൗനമെന്ന് K. സുരേന്ദ്രൻ. ലീഗിന്റെ പിന്തുണയെന്നും ആരോപണം. മാളയിൽ 6 വയസ്സുകാരനെ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയത് പ്രകൃതി വിരുദ്ധ പീഡനം ചെറുക്കുന്നതിനിടെ അയൽവാസി ജോജു അറസ്റ്റിൽ. കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയെ വീണ്ടും തള്ളിയിട്ടെന്ന് മൊഴി. മൊഴിയെടുക്കുന്നത് ലൈവ് സ്ട്രീം ചെയ്ത് പൊതുജനങ്ങളെ കാണിക്കണമെന്ന N. പ്രശാന്തിന്റെ ആവശ്യം തള്ളി ചീഫ് സെക്രട്ടറി. 2 ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് എന്തിന് പരസ്യമാക്കണമെന്ന് ശാരദാ മുരളീധരൻ. റെക്കോർഡ് ചെയ്യണമെന്ന ആവശ്യവും നിരസിച്ചു. വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കുന്ന, ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന മതപണ്ഡിതരുടെ ഇടപെടലിനോട് ഇപ്പോൾ പ്രതികരിക്കേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണിതെന്ന് BJP തുറന്നടിക്കുമ്പോൾ ആരെയും പേരെടുത്ത് പറയാതെയാണ് CPM-ന്റെ വിമർശനം. ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ജഫറൂലിയര് പെണ്ണുങ്ങൾ പറ്റി 2 വീട്ടിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 പറ്റി വീട്ടിന്ന്. അശാസ്ത്രീയമായ കാര്യങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തോടെ പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മതപണ്ഡിതർ അഴിച്ചുവിട്ടതിന്റെ ഇരകൂടിയാണ് ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മ. ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയവ മതത്തിന്റെ പിൻബലത്തിൽ വ്യാഖ്യാനിച്ച് മതപണ്ഡിതർ പ്രചരണം തുടരുന്നതാണ് ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾക്ക് പിൻബലമാകുന്നതെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. മതസംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അഭിപ്രായം പറയട്ടെ എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം. ഇപ്പോൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് ചുരുക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രതികരണം ശരിയാകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി. ചുരുക്കത്തിൽ വോട്ട് ബാങ്കായ സമൂഹത്തെ പിണക്കാൻ വയ്യെന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു CPM-ന്റെ പ്രതികരണം. ലഹരിക്കെതിരായുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം പോലെ അന്ധവിശ്വാസത്തിനെതിരെയും പോരാടണമെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞു. ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി ആ സാമൂഹ്യ തിന്മയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. അതേ രീതിയിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും എല്ലാം
മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഇത്തരം സംഭവവികാസങ്ങളെ തുറന്നു കാണിക്കാനും അതിനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാവേണ്ടത്. എന്നാൽ പ്രീണനം കാരണമാണ് ഇരു മുന്നണികളും പ്രതികരിക്കാത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആഞ്ഞടിച്ചവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ PR രശ്മിൽനാഥ് പറഞ്ഞു. മറിച്ച് ഇവിടുത്തെ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഏതെങ്കിലും സമുദായ സംഘടനാ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വാളെടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത, സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട അന്ധവിശ്വാസത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കുമെതിരെ നിലപാടെടുക്കാതെ പ്രശ്നത്തിൽ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ മൗനം ദീക്ഷിക്കുകയും അഴകുഴമ്പൻ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഇവരുടെ ആത്മാർത്ഥത എന്ന് ആരും ചോദിച്ചു പോകും. ന്യൂസ് 18 മലപ്പുറം. വീടുകളിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണ പദ്ധതികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം. മതമേലധ്യക്ഷന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും യോഗം ജില്ലാ കളക്ടർ വിളിച്ചു. ബുധനാഴ്ച രാവിലെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലാണ് യോഗം ചേരുക. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പരാതി. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEOയുമാണ് KM എബ്രഹാം. KM എബ്രഹാം സർവീസിൽ പ്രവേശിച്ചതു മുതൽ ഇതുവരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട സാമ്പത്തിക ആസ്തി സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. മുംബൈയിലും കേരളത്തിൽ പലയിടത്തും കോടികളുടെ സ്ഥലവും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. ഈ ആരോപണങ്ങളായിരുന്നു ഹർജിയിൽ. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് കോടതിയെ സമീപിച്ചത്. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും വായ്പാ തിരിച്ചടവിനായി ഉപയോഗിക്കുന്നതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കിഫ്ബി CEOയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണം ഫലപ്രദമാകില്ലെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം. അനധികൃതമായി പണം സമ്പാദിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പാണ് വിധിയെന്ന് ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ. കള്ളത്തരങ്ങളൊന്നും വിജിലൻസിനെ സ്വാധീനിച്ച് ഈ കേസെല്ലാം അട്ടിമറിച്ച് രക്ഷപ്പെടാൻ നോക്കിയ KM എബ്രഹാത്തിന് തിരിച്ചടിയാണ്. ഈ കള്ളം പറഞ്ഞ KM എബ്രഹാത്തിന് തിരിച്ചടിയാണ്. ഇത് നിയമ പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ്. കോടതിയിൽ ഹൈക്കോടതിയിലും ഒക്കെ സത്യസന്ധമായി തെളിവോടുകൂടി ഹാജരാക്കിയാൽ ഇതുപോലുള്ള വരവിക്കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കള്ളനാണയങ്ങളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള തെളിവാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയുന്നത്. ഹർജിക്കാരന്റെ ആരോപണങ്ങളിൽ KM എബ്രഹാം മറുവാദങ്ങൾ ഉയർത്തിയെങ്കിലും അത് ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ഇത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് K ബാബുവിന്റെ വിധി. കൊച്ചി CBI യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ മാളയ്ക്കടുത്ത് കുഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലൈംഗിക പീഡനം ചെറുത്ത കുട്ടിയെ കുളത്തിലെറിഞ്ഞ് കൊന്നുവെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരനെ കാണാതായത്. തുടർന്ന് പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ നടത്തി. തെരച്ചിലിൽ നാട്ടുകാർക്കൊപ്പം അയൽവാസിയായ ജോജുവും ഉണ്ടായിരുന്നു. ഇയാൾക്കൊപ്പം കുട്ടി പോകുന്ന CCTV ദൃശ്യമാണ് നിർണായകമായത്. തുടക്കം മുതൽ ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യത്തെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നതായി സമ്മതിച്ചു. രാത്രി 9 മണിയോടെ മൃതദേഹം കണ്ടെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതാണ് കൊലപാതകത്തിനുള്ള കാരണം. അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് കുട്ടി പറഞ്ഞതോടെ കുളത്തിൽ മുക്കിക്കൊന്നതായാണ് പ്രതിയുടെ മൊഴി. 2 തവണ കുട്ടി കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നുവെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്തേക്ക് തള്ളിയിടുകയായിരുന്നു. പ്രതിക്കെതിരെ കൊലപാതകം, പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. ന്യൂസ് 18 തൃശൂർ. NIAയുടെ ചോദ്യമുനയിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ ഇമെയിലിലൂടെ നടത്തിയ ആശയവിനിമയവും ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെയും വിവരങ്ങൾ NIA കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. NIA പ്രത്യേക കോടതി റാണയെ 18 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. റാണയെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ NIAക്ക് കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ CNN ന്യൂസ് 18 പുറത്തുവിട്ടു. NIA ആസ്ഥാനത്ത് അതീവ സുരക്ഷാ സെല്ലിലാണ് തഹാവൂർ ഹുസൈൻ റാണ ഇപ്പോഴുള്ളത്. NIA DG സദാനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം റാണയെ ചോദ്യം ചെയ്തു തുടങ്ങി. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപും ശേഷവും തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും സന്ദേശങ്ങൾ കൈമാറിയിരുന്നു.
ഇമെയിലിലൂടെയും ഫോൺ സംഭാഷണങ്ങളിലൂടെയുമുള്ള ഇരുവരുടെയും ആശയവിനിമയം സംബന്ധിച്ച വിവരങ്ങൾ NIAയുടെ കൈവശമുണ്ട്. ഇതുവച്ചാണ് പ്രാഥമിക ചോദ്യം ചെയ്യൽ. മുംബൈക്ക് പുറമെ മറ്റിടങ്ങളിലും ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നെന്ന് ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തം. മുംബൈയിൽ ഇമിഗ്രേഷൻ വിസ ഓഫീസ് തുറക്കാൻ ഹെഡ്ലിയെ സാമ്പത്തികമായി സഹായിച്ചത് തഹാവൂർ റാണയാണ്. ഇതിലെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടെ? ISIയുടെ അറിവോടെയായിരുന്നു ആക്രമണം. അണിയറയിൽ പ്രവർത്തിച്ചത് ആരെല്ലാം? സാമ്പത്തിക സഹായങ്ങൾ വന്ന വഴിയേത്? ഇന്ത്യയിൽ ഭീകരർക്ക് സഹായം നൽകിയത് ആരൊക്കെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം റാണ NIAയോട് മറുപടി പറയുമോ എന്നതാണ് നിർണായകം. റാണയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഓരോ ദിവസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിക്കും. അജിത് ഡോവലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടപടികൾ. ദില്ലി പാട്യാല ഹൗസിലെ പ്രത്യേക NIA കോടതിയിൽ കഴിഞ്ഞ രാത്രി 2.5 മണിക്കൂറോളമാണ് നടപടികൾ നീണ്ടത്. NIA 20 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് 18 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. റാണയെ ഇന്ത്യയിലെത്തിക്കാൻ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയ നരേന്ദർമാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹാജരായി. റാണയ്ക്ക് അഭിഭാഷകനായ പീയൂഷ് സച്ദേവയുടെ നിയമസഹായവും ലഭിച്ചു. അതിനിടെ അമേരിക്കയിൽ വെച്ച് NIAക്ക് റാണയെ കൈമാറുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. ചിത്രങ്ങളിൽ റാണയുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. വയനാട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് തടസ്സമില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ 17 കോടി രൂപ കൂടി അധികം നൽകണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. ഏറ്റെടുത്ത ഭൂമിക്കായി സർക്കാർ തീരുമാനിച്ചത് 26 കോടി രൂപയായിരുന്നു. ഇതിനു പുറമെയാണ് 17 കോടി രൂപ കൂടി ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ടത്. ഹൈക്കോടതി രജിസ്ട്രിയിലാണ് പണം കെട്ടിവെക്കേണ്ടത്. ചീഫ് സെക്രട്ടറി നടത്താനിരിക്കുന്ന മൊഴിയെടുപ്പ് ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന N. പ്രശാന്ത് IASന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. ഈ മാസം 16 നടക്കുന്ന ഹിയറിംഗിന് ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും വേണമെന്നായിരുന്നു സസ്പെൻഷനിൽ തുടരുന്ന പ്രശാന്തിന്റെ ആവശ്യം. N. പ്രശാന്ത് IASന് പറയാനുള്ളത് നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിലെ താൽപര്യപ്രകാരമുള്ള ഹിയറിംഗ് നടത്തും എന്ന ഭാഗം താൻ ആവശ്യപ്പെട്ട പ്രകാരം ലൈവ് സ്ട്രീമിംഗോടെയുള്ള ഹിയറിംഗ് ആണെന്നായിരുന്നു പ്രശാന്തിന്റെ വ്യാഖ്യാനം. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഉള്ളതിനാൽ ആലപ്പുഴ ബീച്ചിലെ കച്ചവടക്കാർക്ക് കടകൾ തുറക്കാൻ വിലക്ക്. കട തുറക്കരുതെന്ന് കാണിച്ച് 100-ലധികം ചെറുകിട കച്ചവടക്കാർക്കാണ് പോലീസ് ഇന്നലെ രാത്രി നോട്ടീസ് നൽകിയത്. ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രി ആലപ്പുഴ ബീച്ചിൽ വരുന്നത്. KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ബീച്ചിൽ എത്തുന്നത്. തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബീച്ചിലുള്ള കച്ചവടക്കാർക്ക് തുറമുഖ വകുപ്പ് അധികാരികളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിക്കരുതെന്ന നിർദ്ദേശം വാക്കാൽ ലഭിച്ചു. സൗത്ത് പോലീസും ഇക്കാര്യം പിന്നീട് രേഖാമൂലം അറിയിച്ചു. മന്ത്രിയൊക്കെ വരുന്നതല്ലേ, കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇവിടുന്നും പറഞ്ഞു 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. രാത്രി 9 മണിയോടെ കുടിവെള്ളം വിൽപ്പന നടത്തുന്നവരുൾപ്പെടെ എല്ലാ കടകളും പൂർണ്ണമായി അടക്കണമെന്ന നിർദ്ദേശം സൗത്ത് പോലീസിൽ നിന്ന് തന്നെ വീണ്ടും വന്നു. ഇതിനെ വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമുക്ക് പട്ടിണിയാണെന്ന് നമ്മളെ തുറന്നില്ലെങ്കിൽ എല്ലാവരും ആ കുടുംബങ്ങളെല്ലാം ഇതാവും. നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇതിനെ പോയി തന്നെ അരി വാങ്ങിക്കും. കപ്പലണ്ടി വിൽപ്പന നടത്തുന്നവർ മുതൽ ഐസ്ക്രീം കച്ചവടക്കാരും കുടിവെള്ളവും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ആലപ്പുഴ ബീച്ചിൽ അന്നന്നത്തെ അന്നത്തിനായി ജോലി ചെയ്യുന്നത്. തങ്ങൾ എന്ത് ഭീഷണിയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കുന്നതെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. സാധനവും വെള്ളവും എല്ലാം ഇറക്കി വെച്ചേക്കുവാ നമ്മള്. അപ്പൊ അതെല്ലാം ഇനി കച്ചവടം വരുന്നോടം വരെ ചിലപ്പോൾ നഷ്ടമാവും. കടം മേടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടത്. എത്ര ദിവസം കൊണ്ട് ഇത് വിറ്റ് തീരാനാ? 10,000-കണക്കിന് പേർ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് തന്നെ കച്ചവടം നടക്കുമെന്ന് കരുതി പലരും കടം വാങ്ങിയും കൂടി കൂടുതൽ ഉൽപ്പന്നങ്ങൾ കടയിൽ കരുതി. കൊടിയുയർത്തലും സമരം ചെയ്യലും ഒന്നുമില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത പ്രതിഷേധമാണ് ഈ ഓരോ മനുഷ്യർക്കും. ഞങ്ങളുടെ സഖാവ് എന്ത് പറ്റി ഇങ്ങനൊരു തീരുമാനം എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരവില്ല. കാര്യം ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മന്ത്രി വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ അത്രയേറെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി.
പക്ഷേ ഇങ്ങനൊരു അടി പുറകിൽ നിന്നുള്ളൊരു അടി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. സർക്കാർ സാധാരണക്കാരുടെ ഈ പ്രതിഷേധം കാണാതെ പോകരുത്. ഇവര് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ ഒന്നുമല്ല സംസാരിക്കുന്നത്. സാധാരണ ദൈനംദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യരാണ്. അവരാണ് അവരുടെ പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും തുറന്നു പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം മോശമായൊരു സാഹചര്യം സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെ കണ്ട ഓരോ വ്യക്തിയും ന്യൂസ് 18നോട് പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കടകൾ തുറക്കരുതെന്ന നോട്ടീസ് വിവാദമായതോടെ 1-2 കടകൾക്ക് മാത്രമാണ് വിലക്കെന്ന നിലപാടുമായി CPM രംഗത്തെത്തി. അത് ഗ്യാസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നും CPM ജില്ലാ സെക്രട്ടറി R. നാസർ പ്രതികരിച്ചു. ബീച്ചിലെ മുഴുവൻ കടകൾക്കുമാണ് വിലക്കെന്ന് കോൺഗ്രസ് നേതാവ് A. ഷുക്കൂർ പറഞ്ഞു. കട ഉടമകളും നാസറിന്റെ വാദം തള്ളിക്കളയുകയാണ്. കടപ്പുറത്ത് ബീച്ചിന്റെ നടുക്കാണ് അവർ സ്റ്റേജ് കൊണ്ടുവന്നിട്ടത്. റോഡിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ നിന്ന് ആ സ്റ്റേജിലേക്ക് പോകുന്ന അതിലൂടെ നടന്നു പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഭാഗത്ത് ശകലം ഗ്രാവലിടാൻ അതിട്ടിട്ട് ഒരു റോഡ് പോലെ അങ്ങോട്ടാക്കി അതിനുശേഷം കുറെ പലക ഇട്ടിട്ട് ആ സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് നടന്ന് എത്തിച്ചാനുള്ള സംവിധാനം എടുക്കണം. അപ്പൊ അത് നടന്നു പോകുന്ന ഭാഗത്ത് 2 കടക്കാരുണ്ട്. ആ കട അവിടുന്ന് ആ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ആ ഭാഗത്തു നിന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കച്ചവടം നടത്താൻ പറഞ്ഞു. അവരവരെ മാറി. നാസർ പറയുന്ന പച്ചക്കള്ളമാണ്. ഞാൻ പോലീസ് കൊടുത്ത രേഖ ഞാൻ ഇപ്പോൾ അയച്ചുതരാം. ആലപ്പുഴ ബീച്ചിന്റെ കടൽപ്പാലത്തിന്റെ വടക്കുവശത്തുള്ള മുഴുവൻ കച്ചവടക്കാരും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട അടച്ചിടണം, രാത്രി വരെ, ഇന്നത്തേക്ക് തുറക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവിടെ ഇന്നലെ 2-3 പോലീസുകാർ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഈ ഗ്യാസ് വെച്ചിരിക്കുന്ന കടകള് അതിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ തെളിവുണ്ടല്ലോ, 34 കട 35 കടക്ക് കൊടുത്ത നോട്ടീസിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ഒരു കടയ്ക്ക് കൊടുത്ത നോട്ടീസാണ് നിങ്ങൾ ഈ 35 കടയിലാണെന്ന് പറഞ്ഞ് നടക്കണത്. ഒരു കടയും കൂട്ടുന്നില്ല, എല്ലാ കടയും കച്ചവടം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയി കച്ചവടം ചെയ്യും, മര്യാദയ്ക്ക് പോയി അവിടെ പോയി കച്ചവടം ചെയ്യും. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ചാനൽ കൊണ്ട് വെച്ചിട്ട് ഗവൺമെന്റിനെയും മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് കൊടുത്തതാരാ? കളക്ടറുടെ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് പോലീസോട് നൽകിയിരിക്കുന്നത്. നമുക്ക് അതല്ലേ സ്വീകരിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ പൂട്ടിയിട്ട് നിങ്ങളെല്ലാം ചെയ്യും. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന കടയ്ക്കകത്ത് സെമി പെർമനന്റ് ആയിട്ടുള്ള കടയ്ക്കകത്ത് കൊണ്ടുവന്ന് ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ പറയും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് കത്തിക്കാൻ പറ്റിയില്ലെന്ന് പറയും. പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്, കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ല, അവിടെ നടത്തിക്കോളും. അവർ സമ്മതിച്ചിട്ടുണ്ട്. അടയ്ക്കാൻ വേണ്ടി കളക്ടറോ SP-യോ പോലീസോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെയൊക്കെ ബന്ധപ്പെട്ട ശേഷമല്ലേ പറയണത്. എനിവേ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു നേതാക്കന്മാരും കാണത്തില്ല ഇവര് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ചായ സ്നാക്സ് ഒക്കെ ഇവിടെ വിൽക്കുന്ന കടയാണ്. അത് സ്റ്റേജുമായിട്ടല്ല, വളരെ ദൂരമാണ്. സ്റ്റേജുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇടമാണ്. നേതാക്കന്മാര് പറയുന്ന പോലെയല്ലോ, പോലീസുകാർ ഔദ്യോഗികമായിട്ട് നമുക്ക് കത്ത് പേര് ഉൾപ്പെടെ അഡ്രസ് ഉൾപ്പെടെ എഴുതി വാങ്ങിയിട്ട് പോയതാണ്. ഇന്നലെ സൗത്തിലെ SI ആണ് ഇന്നലെ 2 പോലീസുകാരോട്ട് എന്ന് പറഞ്ഞാൽ കട തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സാർ ഒരു ഉപകാരം ചെയ്ത് വെച്ചാൽ മതി. സാറ് ഒന്ന് SI വിളിച്ചിട്ട് ഇന്നലെ നൽകിയിരിക്കുന്ന അത് ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതി. വേറെ അവിടെ ഗ്യാസ് കത്തിക്കുന്നുണ്ടോ? ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ചായയൊക്കെ ഉള്ള കട. അത് ആ ഗ്യാസ് കത്തിക്കുന്ന കടയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് നോട്ടീസ് ഇന്നലെ തന്നത്. ഒന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്, രണ്ടാമത് നൽകിയിരിക്കുന്നത് കട തുറക്കാൻ പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞ് 2 നോട്ടീസാണ് ഇന്നലെ നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ബീച്ചിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലെ സ്റ്റേജിന് സമീപമുള്ള ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന കടകൾക്കാണ് നോട്ടീസ് നൽകിയതെന്ന് ആലപ്പുഴ SP-യും പറയുന്നു. ആകെ പറഞ്ഞിരിക്കുന്നത് 38 കടകളാണ്, 27-ഉം 11-ഉം. അത് ആ ക്ലോസ് പ്രോക്സിമേറ്റിൽ അറൗണ്ട് 20-25,000 എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ആ സമയത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള കടകൾ അത് അവിടുന്ന് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇത് മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത്. 27 കടകൾ ടോട്ടൽ തൊട്ടടുത്തുള്ളത്, 11 കൊമേഴ്ഷ്യൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുക്കാറുള്ളതാണ്. കൊമേഴ്ഷ്യൽ ഗ്യാസിന് പകരം ഡൊമസ്റ്റിക് ഗ്യാസ് ഉപയോഗിക്കുന്നു. ആ തൊട്ടടുത്തുള്ള കടകൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കടകൾ വരും. ബീച്ചിൽ എല്ലാ കടകളൊന്നും പറഞ്ഞിട്ടില്ല, കൊടുത്തിട്ടൊന്നുമില്ല. ആ തൊട്ടടുത്തുള്ള കടകൾ. മറ്റു വാർത്തകളിലേക്ക്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 69,960 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് 3% വില കൂടിയത്. സ്വർണ്ണവില 70,000-ലേക്ക് എത്തുകയാണ്. പവന് 69,960 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 185 രൂപ വർദ്ധിച്ച് 8,745 ആയി. ആദ്യമായാണ് സ്വർണ്ണവില 69,000 കടക്കുന്നത്. ഇതോടെ നികുതിയും പണിക്കൂലിയും നൽകി 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 3,4 ലക്ഷം രൂപയിലധികം നൽകണം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി.
ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിലെ ആശങ്കയെ തുടർന്ന് സ്വർണം സുരക്ഷിത നിക്ഷേപമെന്ന വിലയിരുത്തലുണ്ടായതാണ് സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണം. വരും ദിവസങ്ങളിലും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില മുകളിലേക്ക് തന്നെയാകുമെന്നാണ് സൂചന. ഇന്നലെയാണ് ചരിത്രത്തിൽ ആദ്യമായി 1 പവൻ സ്വർണത്തിന് ഒറ്റ ദിവസം 2000-ലധികം രൂപയുടെ വർധനവുണ്ടാവുന്നത്. ഉത്സവ വിവാഹ സീസണിൽ വില വർധനവ് ഉപയോക്താക്കളെ കാര്യമായി വലയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. 1.5 വർഷം മുൻപ് വിവാഹിതയായ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെയാണ് കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഫോണിൽ മുത്തലാഖ് ചൊല്ലുന്ന സംഭാഷണം ന്യൂസ് 18 കിട്ടി. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയത് തീർത്തോ നാളെ പോയി ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടരാം തീർത്തുപോ. അതാണ് ആൺകുട്ടികൾ. അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. മുത്തലാഖ് ചൊല്ലുന്നത് നിയമവിരുദ്ധമെങ്കിലും ഇപ്പോഴും ഈ പ്രവൃത്തി തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശബ്ദരേഖ. വേങ്ങര സ്വദേശിനിയായ 21-കാരി 2023 ജൂലൈയിലാണ് വിവാഹിതയായത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് കേവലം 40 ദിവസം മാത്രം. സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ. ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴോ പ്രസവിച്ചപ്പോഴോ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ കഴിഞ്ഞ മാസം ഫോൺ വഴി മുത്തലാഖും ചൊല്ലി. ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനോട് ആദ്യം ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. 30 പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു പറയുന്നു, വിട്ടു പറയുന്നില്ല. എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്, നമ്മളെല്ലാവരും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക. അങ്ങനെയുള്ളത് ഇവര് നമ്മൾ പറയുന്നത് എന്താണ്, മാരകമായ അസുഖമാണ്. പിന്നെ ഇങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 മലപ്പുറം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസിനെ തള്ളി ഇ.ഡി. തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇ.ഡി. കൈമാറിയില്ലെന്ന ആരോപണം തെറ്റാണ്. വിചാരണ കോടതി മുഖേന ക്രൈംബ്രാഞ്ചിന് മുഴുവൻ രേഖകളും കൈമാറിയിട്ടുണ്ട്. യഥാർത്ഥ രേഖകളാണ് നൽകിയത്. ഇ.ഡി. രേഖകൾ നൽകാത്തതിനാൽ അന്വേഷണം ഇഴയുന്നുവെന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു. കൈമാറിയ രേഖകൾ തിരികെ ആവശ്യപ്പെട്ട് ഇ.ഡി. കോടതിയിൽ നൽകിയ അപേക്ഷയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ PMLA പരിധിയിൽ വരാത്ത പ്രതികളുടെ പട്ടിക പോലീസിന് നൽകുമെന്ന് ഇ.ഡി. അറിയിച്ചു. വഖഫിന്റെ മറവിൽ നിരോധിത തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തനം സജീവമാക്കുകയാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമല്ല, ആഗോള തീവ്രവാദികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടെന്നും സംസ്ഥാന സർക്കാർ ഈ ഉത്തരം പറയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവന്റെ ചിത്രം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത്? എന്തിനാണ് ഹമാസ് തലവന്റെ ചിത്രം ഇവിടെ ഉപയോഗിക്കുന്നത്? ഇതിന് ഉത്തരം പറയേണ്ടത് സോളിഡാരിറ്റി അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല. ഇതിന് ഉത്തരം പറയേണ്ടത് ഇത്തരം ശക്തികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റും അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗുമാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDF-ഉം കോൺഗ്രസും ലീഗുമെല്ലാം. ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ. പെരുമ്പാവൂർ തൊഴിൽ പീഡന കേസിൽ വഴിത്തിരിവ്. തൊഴിൽ പീഡനം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച മനാഫ് ഒളിവിൽ പോയി. മനാഫാണ് ഇത്തരം പീഡനം നടത്തിയതെന്ന് ചില ജീവനക്കാർ പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് ഇത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കെൽട്രോ എന്ന ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മനാഫായിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ വിൽപ്പന നടത്താത്തവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്നാണ് മനാഫ് ആരോപിച്ചത്. എന്നാൽ മനാഫാണ് ഇങ്ങനെ ചെയ്യിച്ചതെന്ന ആരോപണവുമായി ജീവനക്കാർ രംഗത്തെത്തിയതോടെ ചിത്രം മാറി. മനാഫിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദ്യത്തേത് ദൃശ്യങ്ങളിൽ കണ്ട ചെറുപ്പക്കാരുടെ പരാതി.
വീഡിയോ ദൃശ്യത്തിൽ കണ്ട യുവാക്കളെ പോലെ തന്നെയും പീഡിപ്പിച്ചെന്ന ഒരു വനിതാ ജീവനക്കാരിയുടെ മൊഴിയിലാണ് രണ്ടാമത്തെ കേസ്. ഇതോടുകൂടിയാണ് മനാഫ് ഒളിവിൽ പോയത്. നല്ലതുപോലെ ജോലി ചെയ്യാത്തതിനല്ല, വീടുകൾ കയറിയിറങ്ങിയുള്ള വിൽപ്പനയ്ക്ക് മാനസികമായി തയ്യാറാക്കാൻ എന്ന് പറഞ്ഞാണ് മനാഫ് ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് ജീവനക്കാരുടെ പരാതി. ഇതല്ലാതെ തങ്ങളെ ആരും തൊഴിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടില്ലെന്നായിരുന്നു ദൃശ്യങ്ങളിൽപ്പെട്ട യുവാക്കൾ അവകാശപ്പെടുന്നത്. സംഭവത്തിൽ അവ്യക്തതയും ദുരൂഹതയുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആരു പറയുന്നതാണ് ശരിയെന്നതിൽ വ്യക്തതയില്ല. അതേസമയം തൊഴിൽ വകുപ്പ് കേസെടുത്തിട്ടില്ല. മനാഫും കമ്പനി ഉടമയും തമ്മിലുള്ള തർക്കമാണ് വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് അവരുടെ നിലപാട്. നിലവിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരും തൊഴിൽ പീഡനം സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടില്ലത്രേ. വിവാദത്തിലായ കെൽട്രോ കമ്പനി ഇപ്പോൾ നിലവിലില്ല. ഈ കമ്പനിക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും രേഖകൾ ഹാജരാക്കാനും തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. 16 വിദ്യാർത്ഥികൾക്കും 8 അഭിഭാഷകർക്കും പരിക്കുണ്ട്. എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടിയത്. ബാർ അസോസിയേഷൻ വാർഷികാഘോഷത്തിനിടയിലേക്ക് വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. അഭിഭാഷകരുടെ മോശം പെരുമാറ്റമാണ് സംഘർഷത്തിന് കാരണമായതെന്ന് വിദ്യാർത്ഥികളും പറയും. ഇന്നലെ അർദ്ധരാത്രിയാണ് അവിടെ സംഘർഷമുണ്ടാകുന്നത്. ഇത് തൊട്ടപ്പുറത്താണ് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മതിൽ. രണ്ടിനും ഒരേ മതിൽ അതിരിടുന്ന സ്ഥലം. ഇന്നലത്തെ സംഘർഷത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഈ കൂട്ടിയിട്ട കസേരകളെല്ലാം തന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് അടിയും ബഹളവും എല്ലാം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഘടനമാണ് ഉണ്ടായത്. SFI പ്രവർത്തകരാണ് സംഘടനത്തിൽ ഉണ്ടായെന്ന് അഭിഭാഷകർ പറയുകയും ചെയ്യുന്നു. ഇവിടെ അസോസിയേഷൻ പരിപാടികൾ നടക്കുമ്പോൾ ഇവിടെ പലപ്പോഴും വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരാറുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഭക്ഷണവും മറ്റും കഴിക്കാനും അവരെത്താറുണ്ട്. അതിനെ തടയാറൊന്നുമില്ല. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു. ചില വിദ്യാർത്ഥികൾ ഇവിടെ കൂടി നിൽക്കുകയും ബഹളമുണ്ടാക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവരോട് തട്ടിക്കയറുകയായിരുന്നു എന്നാണ് അഭിഭാഷകർ പറയുന്നത്. ലേഡി അഡ്വക്കേറ്റ്സിനിടയിലേക്ക് ഇന്റർഫിയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജാണ്, നിങ്ങൾ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഏകദേശം 20-30 മേളിൽ ആൾക്കാരുണ്ടായിരുന്നു. വെപ്പൺസായിട്ട് നമ്മളുടെ കോടതിയുടെ അകത്ത് വരികയും ഞങ്ങളുടെ പ്രിമൈസസിൽ വരികയും നമ്മളുടെ അഭിഭാഷകരെ അറ്റാക്ക് ചെയ്യുകയും. എല്ലാ വിദ്യാർത്ഥികൾ പറയുന്നത് മഹാരാജാസ് കോളേജിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പൊതുപരിപാടിയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. നടന്നു പോകുമ്പോൾ ആ വിദ്യാർത്ഥികളെ ശല്യം ചെയ്തു. ഇത് ചോദ്യം ചെയ്തതാണ് പിന്നീടുള്ള പ്രശ്നത്തിലേക്ക് വന്നത്. സിഗരറ്റ് വലിച്ച് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് ഊതുക. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അതിനെതിരെ പ്രതികരിച്ച ഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അരയിലുള്ള ബെൽറ്റ് ഊരിയിട്ട് വിദ്യാർത്ഥികൾ അടിക്കുന്നു. തൊട്ടടുത്ത് കണ്ട ഈ പാർക്കിംഗ് എഴുതിയ അതായത് സൈൻ ബോർഡുകൾ ഒരു ഊരി അടിക്കുകയാണ് വിദ്യാർത്ഥികൾക്കെതിരെ. എന്നാലും ഈ സംഘർഷത്തിൽ പരിക്കേറ്റ ഇത് രണ്ടു ഭാഗത്തുമായി ഏതാണ്ട് 24ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസും ജാഗ്രത പാലിക്കുന്നുണ്ട്. കാരണം ഇത് നഗരമധ്യത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കോടതി വളപ്പും മഹാരാജാസും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരു സംഘർഷ സാധ്യതകളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിലെ 6 ജീവനക്കാർക്കെതിരായ കേസാണ് സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്. വാർത്താ പരമ്പര സതുദ്ദേശത്തോടെയെന്ന് നിരീക്ഷിച്ച കോടതി ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, വീഡിയോ എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളി എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. സ്ഥാപനത്തിന്റെ ഓഫീസ് റെയ്ഡ് നടത്തിയതടക്കമുള്ള നടപടികൾ പോലീസ് എടുത്തിരുന്നു. ലഹരി വ്യാപനത്തിനെതിരായ ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു സർക്കാരിന്റെയും CPMന്റെയും നിലപാട്. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് 2025 വിതരണം ചെയ്തു. വ്യവസായ രംഗത്ത് മികവ് തെളിയിച്ചവർക്കാണ് പുരസ്കാരം നൽകിയത്. മോസ്റ്റ് ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്റർ ഇൻ ഇന്ത്യ. ആ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് സിട്രസ് ഹോളിഡേയ്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തരായ ടൂർ ഓപ്പറേറ്റർക്കുള്ള പുരസ്കാരം സിട്രസ് ഹോളിഡേയ്സിനായി CEO ഷബിത അബൂബക്കർ ഏറ്റുവാങ്ങി. മികച്ച യുവ ടെക്സ്റ്റൈൽ സംരംഭകനുള്ള പുരസ്കാരത്തിന് മഹാറാണി വെഡിംഗ് കളക്ഷൻസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA അർഹനായി. മികച്ച എമർജിംഗ് ബ്രാൻഡിനുള്ള പുരസ്കാരം അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിന്. മികച്ച ജ്വല്ലറി ബ്രാൻഡ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ടിനായി മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് രാജഗോപാൽ ഏറ്റുവാങ്ങി. ഇന്ത്യാസ് പ്രീമിയം സ്റ്റീൽ ഡോറിനുള്ള പുരസ്കാരം പെട്ര സ്റ്റീൽ ഡോർസിനായി CEO സ്വഫാൻ സ്വീകരിച്ചു.
മോസ്റ്റ് ട്രസ്റ്റഡ് ഫുഡ് പ്രോഡക്ട്സ് ബ്രാൻഡിനുള്ള പുരസ്കാരം പൊൻകാതിർ ഫുഡ്സിനായി MD PA ബിജോയ് ഏറ്റുവാങ്ങി. ബെസ്റ്റ് കറി പൗഡർ ബ്രാൻഡ് ന്യൂ വിൻകോ കോർപ്പറേഷനായി വിജോയ് ജോണും, മോസ്റ്റ് ട്രസ്റ്റഡ് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിനുള്ള അവാർഡ് ഇളനാട് മിൽക്സിനായി MD KM സജീഷ് കുമാറും സ്വീകരിച്ചു. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡറിനുള്ള പുരസ്കാരം ഐബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്ദീപ് രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. മോസ്റ്റ് ട്രസ്റ്റഡ് അഡ്വർടൈസിംഗ് ഏജൻസിയായി സ്പെക്ട്ര അസോസിയേറ്റ് CEO ജെയ്സ് തോമസ് ഏറ്റുവാങ്ങി. ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം രാജകുമാരി ഗ്രൂപ്പിന്. ട്രസ്റ്റഡ് WPC ബ്രാൻഡായ DMAC ഇൻഡസ്ട്രീസിനുള്ള പുരസ്കാരം MD ഡേവിഡ് വർഗീസിന്. മോസ്റ്റ് ട്രസ്റ്റഡ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പുരസ്കാരം VPS ലേക്ക് ഷോർ ആശുപത്രിക്ക്. CEO ജയേഷ് V നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. News 18 തിരുവനന്തപുരം.